ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലിഞ്ചു വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഈ വെളുപ്പിനെ പോകണമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾ കുറേ നാളായിട്ട് ഞങ്ങളുടെ അമ്മയുടെ ഒരു ആഗ്രഹമാണ് ഗൈസ്, കൃപാസനത്തിലൊന്ന് പോകണമെന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുമരകത്തോട്ട് പോകുന്ന പോക്കാണ്. അവിടെ ചെന്നിട്ട് വേണം നമ്മൾ ബോട്ടിന് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുമരകത്ത് ചെന്നു, അവിടെയൊക്കെ ബോട്ടൊക്കെ ഇറങ്ങി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, വെളുപ്പിനെ 6:30ക്കാണ് ഇവിടുന്ന് ബോട്ട്. നമ്മളിപ്പോൾ കുമരകത്ത് ബോട്ട് നിൽക്കുന്ന സ്ഥലത്ത് എത്തിയതേ ഉള്ളൂ. നമ്മളൊരു 5 മണിയായപ്പോൾ തന്നെ കുമരകത്ത് വന്നായിരുന്നു. 5 മണിക്ക് ബോട്ടുണ്ടെന്ന് നമ്മൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ നമ്മൾ പിന്നെ നേരത്തെ വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായി ഇവിടുന്ന് വെളുപ്പിനെ 6:30ക്കേ ഉള്ളൂ. അപ്പോൾ നേരമൊക്കെ വെളുത്തു. അപ്പോൾ 6:30 ആയപ്പോഴത്തേനും കൃത്യ ടൈമിൽ നമ്മുടെ ബോട്ടൊക്കെ നമ്മുടെ സ്ഥലത്തെത്തി. ഇതാണ് നമ്മൾ പോകുന്ന ബോട്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കടലിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ട് അങ്ങനെ നമ്മൾ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെത്തി. അവിടുന്ന് പിന്നെ നമ്മൾ അവിടെ ചേർത്തല ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഒന്നാമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ചേർത്തല ബസ്സിൽ നിന്ന് നമ്മൾ ഒന്നാമേൽ നമ്മൾ ആദ്യമായിട്ട് പോകണതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് വഴിയൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടാണ് എല്ലായിടത്തും നമ്മൾ പോയതൊക്കെ. അപ്പോൾ നമ്മൾ ചേർത്തല ബസ്സിൽ കയറിയിട്ട് ഒന്നാമേൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടുന്ന് ആലപ്പുഴ എന്നിട്ട് കൃപാസനത്തിലെത്തുകയായിരുന്നു. അങ്ങനെ നമ്മൾ കൃപാസനത്തിലെത്തി ഗൈസ്. ഇതാണ് കൃപാസനം എന്ന് പറയുന്നത്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിക്കാനും എല്ലാം അങ്ങനെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ അല്ല, പുറത്തും ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ കുർബാന കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ വെളുപ്പിന് പോയതല്ല, ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കുറേ നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ എൻ്റെ കുറേ നേരത്തെ ആഗ്രഹമായിരുന്നു ആലപ്പുഴ ബീച്ചിലേക്ക് ഒന്ന് പോകണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും അനിയനും അനിയത്തിയും എല്ലാം കൂടെ ആലപ്പുഴ ബീച്ചിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടുത്തെ ബീച്ചിലൊക്കെ കുറേ നേരം നമ്മൾ അവിടെ കറങ്ങി
ഒക്കെ നമ്മൾ തിരിച്ചു പോരുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന ഭാഗമാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നാളായിട്ട് ആലപ്പുഴ വെച്ചെന്ന് പറഞ്ഞ് ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലൊക്കെ അപ്പടി മണ്ണായി. അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അമ്മയും അനിയനും ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൊണ്ടുവന്നില്ലാത്തതുകൊണ്ട് പിന്നെ അവിടുത്തെ കടയിൽ നിന്ന് പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. പിന്നെ ഡ്രസ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങൾ ചോറാണ് കഴിച്ചത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി ഗൈസ്. ഫുഡാണെങ്കിൽ ഒത്തിരി താമസിച്ചാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ കുറേ നേരം അവിടെ പോസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് എല്ലാം കഴിച്ച് ഞങ്ങൾക്ക് തിരിച്ച് കോട്ടയത്തിന് 2:30-ക്കാണ് ബോട്ട്. അപ്പോൾ ഞങ്ങൾ ആ ബോട്ടിൽ കയറി തിരിച്ച് പോരുവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ ഒത്തിരി നേരം പോസ്റ്റായിരുന്നു. നമ്മൾ 2:30 ആയപ്പോൾ ബോട്ടിൽ കയറിയെങ്കിലും നമ്മൾ നമ്മുടെ കോട്ടയത്ത് എത്തിയപ്പോഴത്തേന് ശരിക്കും 5 മണിയായി. ഇത് നമ്മൾ കോട്ടയത്ത് ഒത്തിരി നേരത്തെ പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങുന്ന ഭാഗമാണ് ഗൈസ്. അന്നേരമൊക്കെ ഞാൻ ബോട്ടിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു. കാരണം വൈകിട്ടൊന്നും ഞാൻ ഉറങ്ങിയില്ലായിരുന്നു. അപ്പോൾ ആ 2 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങി. പിന്നെ ബോട്ടിലെല്ലാം കയറിയിട്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ സ്റ്റാൻഡിൽ വന്നു. പിന്നെ അവിടെ വന്നു കഴിഞ്ഞ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഗൈസ് കുറച്ച് നേരം പോസ്റ്റ് അവിടെ ഇരുന്നെങ്കിലും അവരങ്ങനെ ചായ കൊണ്ടുവന്നു ഗൈസ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴംപൊരി